ഹായ്, നമ്മളെല്ലാവരും മിക്കവാറും കേട്ടുള്ള കാര്യമാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ വളരെ മോശം സാധനമാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനമാണ്. ഷുഗർ കട്ട് ചെയ്യണം, അങ്ങനെ എല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ശരിക്കും മോശമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഷുഗർ എന്ന് പറയുമ്പോൾ കൂടുതൽ പേരും നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ഷുഗറിനെയാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഷുഗർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സർട്ടൺ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത് ചേർന്ന് വരുന്ന കമ്പോണൻസ് ആണ്. ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ഷുഗർ, സ്റ്റാർച്ച്, സെല്ലുലോസ് എല്ലാം. അതിൽ ഷുഗറും സ്റ്റാർച്ചും സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴി ശരീരത്തിലേക്ക് ഒരു പ്രൈമറി എനർജി സോഴ്സായിട്ട് അബ്സോർബ് ചെയ്യും. സെല്ലുലോസിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ അധികം പറയുന്നില്ല, കാരണം സെല്ലുലോസ് നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യുന്ന സാധനമല്ല. അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ബൗൽ മൂവ്മെൻറ്റ്സിനും ഒക്കെ സഹായിക്കുന്ന ഘടകമായിട്ടാണ്, ഫൈബറായിട്ട്. അപ്പോൾ ഈ ഷുഗറും സ്റ്റാർച്ചും കാറ്റഗറിക്കലി കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഇവിടെ ഷുഗർ എന്നുകൊണ്ട് റെഫർ ചെയ്യുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകളെയാണ്, അല്ലെങ്കിൽ സിമ്പിൾ ഷുഗറിനെയാണ്. അതായത് ചെറിയ ചെറിയ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ചേർന്നുണ്ടാകുന്നതാണ്. ഡൈസാക്കറൈഡ് അല്ലെങ്കിൽ മോണോസാക്കറൈഡുകളാവാം. സാക്കറൈഡ് എന്ന് പറയുമ്പോൾ ഷുഗറിന് മീനിങ്ങേ ഉള്ളൂ. മോണോ എന്ന് പറയുമ്പോൾ ഒന്ന്, ഡൈ എന്ന് പറയുമ്പോൾ രണ്ട്. അതായത് ഡൈസാക്കറൈഡ് എന്ന് പറയുമ്പോൾ രണ്ട് മോണോ സാക്കറൈഡുകൾ ചേർന്നത് എന്ന മീനിങ്ങാണുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പാലിലെ ഡൈസാക്കറൈഡാണ് ലാക്ടോസ്. അതുപോലെ ടേബിൾ ഷുഗറിലെ ഡൈസാക്കറൈഡാണ് സൂക്രോസ്. അതായത് നമ്മൾ ടേബിൾ ഷുഗറിൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ മോണോസാക്കറൈഡ് ഫ്രക്ടോസ് എന്ന് പറയുന്ന സാക്കറൈഡുമായിട്ട് ബോണ്ട് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി സൂക്രോസിലുള്ള ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഇത് അല്ലെങ്കിൽ പഴങ്ങളിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഇവയെല്ലാം തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കാം. അങ്ങനെ നോക്കാനായിട്ട് നമുക്ക് ആദ്യം സ്റ്റാർച്ചിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാർച്ച് എന്ന് പറയുന്നത് പോളിസാക്കറൈഡാണ്, അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. മനുഷ്യർ കൂടുതലായിട്ട് ഇൻജസ്റ്റ് ചെയ്യുന്ന സ്റ്റാർച്ചുകളാണ് അമിലോസും അമിലോപെക്റ്റിനും. ഇത് മൾട്ടിപ്പിൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഒരുമിച്ച് ബോണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ചെയിൻ പോലെ, ഗ്ലൂക്കോസിൻ്റെ ചെയിൻ പോലെ. ഇപ്പോൾ നമ്മൾ ഡൈസാക്കറൈഡിനെ വെച്ച് പോളിസാക്കറൈഡിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിലും ഗ്ലൂക്കോസ് തന്നെയാണുള്ളത്, പക്ഷേ സൈസ് ഡിഫറൻസ് ഉണ്ട്. ഡൈസാക്കറൈഡ് എന്ന് പറയുമ്പോൾ സ്മോൾ ആയിരിക്കും, സ്മോൾ മോളിക്യൂൾസ് ആയിരിക്കും. പോളിസാക്കറൈഡിൽ മോളിക്യൂൾസിൻ്റെ സൈസ് വലുതായിരിക്കും. ഇത് തമ്മിൽ എങ്ങനെയാണ് ഷുഗറിൽ നെഗറ്റീവ് എന്നതെന്ന് പറയുമ്പോൾ, എങ്ങനെയാണ് ഈ രണ്ട് സ്റ്റാർച്ചിനെയും ഷുഗറിനെയും ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒന്നിന് നെഗറ്റീവ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് ആദ്യം വായിൽ എത്തുന്നു, അവിടെ നിന്ന് ദഹനം തുടങ്ങുന്നു. അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഈസോഫാഗസ് വഴി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോഡിനത്തിലെത്തുന്നു. ഈ ഡിയോഡിനത്തിൽ പല പല കാർബോഹൈഡ്രേറ്റുകളെ ദഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സർട്ടൺ ടൈപ്പ് ഓഫ് എൻസൈംസ് ഉണ്ട്. ഉദാഹരണത്തിന് സൂക്രൈസ് ആണ് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്നത്. അതുപോലെ അമിലേസ് ആണ് അമിലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് മോണോ സാക്കറൈഡുകൾ മാത്രമാണ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് മോളിക്യൂൾസിനെ മാത്രമാണ്. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെട്ട ഈ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ടായിട്ടുള്ള ജെജിനത്തിലും ഇലിയത്തിലും വഴി ചെന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ സ്റ്റൊമക്ക് വാൾസ് വഴി അബ്സോർബ് ചെയ്യപ്പെടും. ബ്ലഡ് സ്ട്രീമിലെത്തി അവിടെ നിന്ന് ആദ്യം ഈ മോളിക്യൂൾസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും പോകുന്നത് ലിവറിലേക്കാണ്. ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫങ്ഷനാണ് ഫ്രക്ടോസിനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ശരിക്കും ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഫ്രക്ടോസ് ഇങ്ങനെ ഫ്രീ ആയി സഞ്ചരിക്കുന്നില്ല, അത് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസായി മാറപ്പെടുകയാണ് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ പോലെ ഷുഗർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ മോളിക്യൂൾസാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടുകയും പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ഷുഗറിൻ്റെ ഹൈ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ക്രാഷ് ആയിട്ട് ആ ഉണ്ടായ ഒരു ബ്ലഡ് ഷുഗറിൻ്റെ റൈസ് ഫോൾ ആവുകയും ചെയ്യും. എന്നാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ പതുക്കെയാണ് ബ്ലഡ് ഷുഗർ ഹൈ ആവുന്നത്. അതുപോലെ ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് നിന്നിട്ട് പിന്നെ പതുക്കെ മാത്രമേ ക്രാഷ് ആവാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലഡ് ഷുഗറിൻ്റെ ഹൈ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അതാണ് നെഗറ്റീവായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഷുഗറി ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ടും അല്ലെങ്കിൽ അത് മാത്രമായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് ദോഷമാണ്. പക്ഷെ നമുക്കിതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഷുഗർ ആയിട്ടുള്ള ഫുഡ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിനോടൊപ്പം ചേർത്ത് കഴിക്കാം.
ശരിയാണ്, അപ്പോഴും ബ്ലഡ് ഷുഗറിന് ഒരു വലിയ ഹൈക്ക് ഉണ്ടാവും. എങ്കിലും ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ളത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ്, അല്ലെങ്കിൽ ബ്ലഡ് ലെവൽസ് ആണ്. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ, മാക്സിമം അങ്ങനെ തന്നെ വേണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പെട്ടെന്നുള്ളത് ഹൈ ബ്ലഡ് ഷുഗറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മാരത്തൺ ഓടുകയാണ്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ എനർജി സോഴ്സസ് ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു എനർജി ഇൻടേക്ക് അല്ലെങ്കിൽ എനർജി ഹൈ വേണമെങ്കിൽ നമുക്കവിടെ സിമ്പിൾ ഷുഗേഴ്സ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഷുഗറിൽ നിന്നുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമുക്ക് ഫ്രൂട്ട്സിലോ വെജിറ്റബിൾസിലോ ഒക്കെ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് മോളിക്യൂൾസുമായിട്ട് സ്ട്രക്ചറലി സെയിം ആണ്. അപ്പോൾ പക്ഷെ നമ്മുടെ ബോഡിക്ക് ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ ഷുഗർ വന്നതെന്നോ അല്ലെങ്കിൽ ടേബിൾ ഷുഗറിൽ നിന്ന് വന്ന സുക്രോസ് ആണിത്, അതുകൊണ്ട് നീ ഇവിടെ മാറുന്നില്ല, ബാക്കി ഫ്രൂട്ട്സിൽ നിന്ന് വന്ന ഫ്രക്ടോസും ഗ്ലൂക്കോസൊക്കെ എന്നൊന്നും പറയാറില്ല. ശരിക്കും നമ്മുടെ ബോഡി ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ആണ്, അത്രേ ഉള്ളൂ. അത് എവിടെ നിന്ന് വന്നെന്നോ ഏത് സോഴ്സിൽ നിന്നാണ് ബോഡിയിലേക്ക് എത്തിയതെന്നൊന്നും ബോഡി കെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്ലൂക്കോസ് തന്നെയാണ് എന്നാണ് പറഞ്ഞെങ്കിലും ഷുഗറിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഷുഗറിനെ എംപ്റ്റി കലോറീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഷുഗർ കഴിക്കുമ്പോൾ നമുക്കതിന് എനർജി ആയിട്ടും കലോറീസ് ആയിട്ടൊക്കെ കിട്ടുന്നത് ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും തന്നെയാണ്. എന്നാൽ നമ്മൾ ഹോൾ ഫുഡ്സ് നോക്കുകയാണെങ്കിൽ അവയുടെ കൂടെ ഈ ഗ്ലൂക്കോസ് ഫ്രക്ടോസിൻ്റെ കൂടെ കുറച്ച് ആഡഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. വിറ്റാമിൻസ്, ഫൈബർ, ഇങ്ങനെയുള്ള പല പല ബെനിഫിറ്റ്സ് കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ ഒരുപാട് കഴിച്ചാലും നമുക്ക് അത് ഫുൾനെസ് ഫീൽ ചെയ്യില്ല. നമ്മളൊരു ഫുൾ മീൽ കഴിക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിലൊരു എക്സ്ട്രാ ഫുൾനെസ് ഫീൽ ചെയ്യില്ല. അതിൻ്റെ എക്സാമ്പിൾ പറയാനായിട്ട് ഇപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, നിങ്ങളിപ്പോൾ വെള്ളത്തിന് പകരം സ്വീറ്റൻഡ് ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക് ഒരു 3 ഗ്ലാസ് കുടിച്ചു. അപ്പോൾ അത് 3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ 3 ഗ്ലാസ് ഈ നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വയറ് നിറയില്ല, അല്ലെങ്കിൽ നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് മീലിൽ തന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്ത ഷുഗർ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വയറ് നിറഞ്ഞതായിട്ട് ഒരു ഫുൾനെസ് ഫീൽ ചെയ്യില്ല. പക്ഷേ ആഡ് ചെയ്യപ്പെട്ട ഷുഗറിൻ്റെ നിന്ന് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഷുഗറിൻ്റെ അളവ് കൂടുകയും അങ്ങനെ മൊത്തം നമ്മുടെ കലോറി ഇൻടേക്കിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹോൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഷുഗർ ആസ് ഇറ്റ് സെൽഫ് വളരെ മോശം സാധനമല്ല, അതിൻ്റെ ഇൻടേക്ക് എത്രത്തോളമാണ് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എഫക്ട്സ്. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് ഗ്ലൂക്കോസ് ബോഡിയിൽ വന്നാൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഗ്ലൂക്കോസ് ഫ്രക്ടോസും രണ്ടും ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? ലിവറിലേക്കാണ്. അപ്പോൾ ലിവർ ചെയ്യുന്നത് ഫ്രക്ടോസിനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജനായിട്ട് സ്റ്റോർ ചെയ്യും. ലിവറിന് ഏതാണ്ട് 100 ഗ്രാം ഗ്ലൈക്കജൻ വരെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വീണ്ടും എക്സസൈറ്റ് വരികയാണെങ്കിൽ അതിങ്ങനെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യും. ആ സമയത്താണ് പാൻക്രിയാസ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത്. സോ ഇൻസുലിൻ വന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറയുമ്പോൾ ബോഡിയിലെ സെല്ലുകളോട് ഈ എക്സസൈറ്റുള്ള ഗ്ലൂക്കോസിനെ എടുത്ത് ബോഡി സെൽസിൽ ഇൻഡിവിജ്വൽ സെല്ലുകളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുക്കും. അങ്ങനെയാണ് ബ്ലഡ് ഷുഗർ അവിടെ കുറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് സ്കെൽറ്റൽ മസിൽസ് നമ്മൾ ലിവറിനെ പോലെ തന്നെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജനായിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് ഏകദേശം 400 to 500 ഗ്രാം വരെ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ഹൂ യു ആർ. അപ്പോൾ ഇങ്ങനെ ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഈ സ്കെൽറ്റൽ മസിലിലും നമ്മുടെ ലിവറിലായിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇവയുടെ കപ്പാസിറ്റി ഫില്ലായി കഴിഞ്ഞ് വീണ്ടും ഗ്ലൂക്കോസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അഡിപ്പോസ് ടിഷ്യൂസിൽ സ്റ്റോർ ആവുന്നത്. അതായത് ടു മച്ച് ഇൻടേക്ക് ഓഫ് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലീഡ്സ് ടു ടു മച്ച് വെയിറ്റ് ഗെയിൻ. അത് പിന്നീട് കാർഡിയോവാസ്കുലർ ഡിസീസിലോട്ടും പിന്നെ മറ്റ് ഡയബറ്റീസ് അങ്ങനെയുള്ള പല അസുഖങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. മോഡറേറ്റ് ടു ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യുന്ന ഒരാളിൽ ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ആകുമെന്ന് പറഞ്ഞാൽ, ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരിൽ സ്കെൽറ്റൽ മസിൽസിൽ പ്രിഫേർഡ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ പ്രൈമറി എനർജി സോഴ്സ് ഫാറ്റിൽ നിന്ന് കാർബോഹൈഡ്രേറ്റായിട്ട് ചേഞ്ച് ആവും. കൂടാതെ ഈ സ്കെൽറ്റൽ മസിൽസിൻ്റെ ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റിയും കൂടും. അത് മാത്രമല്ല, എക്സസൈസ് ചെയ്യുന്നത് മസിൽസിനെ കൂടുതൽ ഇൻസുലിൻ സെൻസിറ്റീവ് ആക്കാൻ സഹായിക്കും. അതായത് നമ്മുടെ ടൈപ്പ് 2 ഡയബറ്റീസിന് നേരെ ഓപ്പോസിറ്റ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മുടെ സെൽസ് ഇൻസുലിനോട് ഇൻസെൻസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു കൂൾ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആക്ടിവിറ്റി ചെയ്യപ്പെടുന്ന മസിലാണ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന മസിലാണെങ്കിൽ ആ മസിലിനെ
ഗ്ലൂക്കോസിനെ അതിലോട്ട് എത്തിക്കാനായിട്ട് ഇൻസുലിൻ്റെ സഹായമോ നിർദ്ദേശമോ വേണ്ടി വരുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു ഓട്ട മത്സരം അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ പെട്ടെന്ന് സിമ്പിൾ ഷുഗർ കഴിക്കുകയാണെങ്കിൽ ആ ഗ്ലൂക്കോസിനെ സ്കെൽറ്റൽ മസിൽസിലേക്ക് അല്ലെങ്കിൽ ആ കോൺട്രാക്ട് ചെയ്യുന്ന മസിലിലേക്ക് എത്തിക്കാനായിട്ട് അവിടെ ഇൻസുലിൻ്റെ നിർദ്ദേശം ആവശ്യമില്ല. നേരെ ആ മസിലിലോട്ട് ഗ്ലൂക്കോസ് എത്തുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി സ്കെൽറ്റൽ മസിൽസിൽ ഈ പ്രോസസ്സ് വളരെയധികം എഫിഷ്യൻ്റായിട്ട് നടക്കും. ഷുഗർ മോശമാണോ നല്ലതാണോ എന്നൊരു ഏകദേശ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഷുഗർ ആസ് ഇറ്റ് സെൽഫ് വളരെ മോശം സാധനമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻടേക്കിൽ അളവിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ടോട്ടൽ കലോറി ഇൻടേക്കിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ കപ്പാസിറ്റിയേക്കാളും കൂടുതൽ ലിവറിൻ്റെയും സ്കെൽറ്റൽ മസിലിൻ്റെയൊക്കെ കപ്പാസിറ്റിക്കാളും കൂടുതൽ ഗ്ലൂക്കോസ് ഇൻടേക്ക് വരുമ്പോഴാണ് നമ്മളത് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ടും പിന്നെ അഡിപ്പോസിറ്റിയിലൊക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ അവസ്ഥ വരാതിരിക്കുക. പിന്നെ എക്സർസൈസ് ചെയ്യാൻ നോക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എക്സർസൈസ് വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.